അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വിലാപയാത്രയ്ക്കിടെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണി പരാമർശത്തിന് ശക്തമായ മറുപടിയുമായി ഇറാൻ. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ലെന്ന് അർമേനിയയിലെ ഇറാൻ എംബസി ഔദ്യോഗികമായി പ്രതികരിച്ചു. വ്യക്തികളെ കൊല്ലാം, എന്നാൽ ആദർശങ്ങളെ തകർക്കാൻ സാധിക്കില്ലെന്നും ഇറാൻ ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. നിങ്ങൾ ആയത്തുള്ള ഖമനേയെ കൊന്നു, പക്ഷേ നിങ്ങൾ തകർത്തത് ഒരു സുഗന്ധദ്രവ്യ കുപ്പിയാണ്. അതിന്റെ സുഗന്ധം ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ലെന്നും അതുകൊണ്ടാണ് ട്രംപിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാത്തതെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടിയ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട്, നമുക്ക് അവരെ എല്ലാവരെയും ഇല്ലാതാക്കാമെന്നായിരുന്നു അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതിലും ട്രംപ് അത്ഭുതം പ്രകടിപ്പിച്ചു. ജനങ്ങൾ ഖമനേയെ വെറുക്കുന്നു എന്നാണ് താൻ കരുതിയതെന്നും അതിനാൽ അവിടെ കണ്ട ലാഭം വ്യാജ കണ്ണീർ ആയിരിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഇത്രയും വലിയൊരു അവസരം ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതിനും ട്രംപ് മറുപടി നൽകി. നേതൃത്വത്തെ മുഴുവൻ ഇല്ലാതാക്കിയാൽ പിന്നീട് ചർച്ചകൾ നടത്താൻ ഇറാനിൽ ആരും അവശേഷിക്കില്ല എന്നതിനാലാണ് തങ്ങൾ അതിന് മുതിരാത്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഖമനേയുടെ വിലാപയാത്രയിലെ അഭൂതപൂർവമായ ജനക്കൂട്ടം താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇറാനിലെ ജനങ്ങൾക്ക് ഖമനേയോട് വെറുപ്പാണെന്നാണ് താൻ കരുതിയതെന്നും വിലാപയാത്രയിലെ ദൃശ്യങ്ങൾ കണ്ട് താൻ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിൽ ഖമനേയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് വികാരധീനരായി ഒഴുകിയെത്തിയത്. ഖമനേയുടെ കറുത്ത തലപ്പാവ് വെച്ച പെട്ടിക്ക് മുന്നിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തി. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പ്രതികാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരുന്നു. അമേരിക്കയ്ക്ക് നാശം, ഇസ്രായേലിന് നാശം എന്നീ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ മുഴക്കിയിരുന്നു. വിലാപയാത്ര നടന്ന ജൂലൈ 4 അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനമായിരുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നടന്നിരുന്ന ചർച്ചകൾ വിലാപയാത്ര കഴിയുന്നതുവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഖമനേയുടെ ഭൗതികദേഹം ഇറാനിലെയും ഇറാഖിലെയും വിവിധ നഗരങ്ങളിൽ കൊണ്ടുപോയ ശേഷം വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിലെ ഇമാം റസ ദേവാലയത്തിൽ സംസ്കരിക്കും. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഇറാൻ അധികൃതർ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. ശനിയാഴ്ച മുതൽ അലി ഖമനേയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ലയ്ക്ക് പുറത്ത് പുലർച്ചെ മുതൽ തന്നെ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞായറാഴ്ച രാവിലെ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായതായി വാർത്താ ഏജൻസിയായ ഇർന പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ശനിയാഴ്ചത്തേക്കാൾ ശാന്തമായ അന്തരീക്ഷത്തിലാണ് പ്രാർത്ഥനകൾ നടന്നത്. ഫെബ്രുവരിയിൽ മുൻ പരമോന്നത നേതാവിന്റെ ജീവനെടുത്ത US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയി കുടുംബത്തിലെ മറ്റ് 4 അംഗങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ദേശീയ ചടങ്ങ് നടക്കുമ്പോഴും മുജ്തബ ഖമനേയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ്. മുജ്തബ ചടങ്ങുകളിൽ എപ്പോഴെങ്കിലും പങ്കെടുക്കുമോ എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാൽ അവസാന നിമിഷം വരെ ഇത്തരം വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാറുണ്ടെങ്കിലും പുതിയ ഭരണാധികാരിയുടെ ഈ നീണ്ട അസാന്നിധ്യം പലവിധ ഊഹാപോഹങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.